മൈക്കിളിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ചേച്ചിയായിരുന്നു എൻ്റെ അമ്മ. അമ്മയുടെ മരണശേഷം അച്ഛൻ തികഞ്ഞ മദ്യപാനിയായി തീർന്നു. എനിക്ക് തിരിച്ചറിവിൻ്റെ കാലമായപ്പോഴാണ് ബോധ്യപ്പെട്ടത് എൻ്റെ ചേച്ചിയുടെ വിവാഹപ്രായം കഴിഞ്ഞു പോയി എന്നുള്ളത്. അത് തിരിച്ചറിയാനുള്ള ബോധം എൻ്റെ അച്ഛനൊരിക്കലും ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ചേച്ചിയുടെ വിവാഹം അതായിരുന്നു പിന്നീട് എൻ്റെ മനസ്സിൽ. അതിനുവേണ്ടി ഒരു ദിവസം ഞാൻ ചേച്ചിയോട് പോലും പറയാതെ മുംബൈക്ക് വണ്ടി കയറി. പറഞ്ഞാൽ ചേച്ചി വിടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോന്നറിയില്ല, എന്റെ തിരിച്ചുവരവ് കാണാൻ ചേച്ചി കാത്തു നിന്നില്ല. എനിക്കൊരു ഭാരമാവെന്ന് കരുതിയിട്ടാവും പാവം മരിക്കുമ്പോൾ അച്ഛനെ കൂടെ കൂട്ടിയത്. ഞാൻ ധരിച്ചായപ്പോൾ ആ വീടൊരു ജയിലാണെന്ന് തോന്നി. അവിടെ നിന്ന് ഞാനൊരു മഠത്തിലേക്ക് മാറി. യു മീൻ ഓർഫനേജ്? ഒരർത്ഥത്തിലതെ. പക്ഷേ അവിടുള്ള ഒരാളും അനാഥരല്ല. സാഹചര്യങ്ങൾ കൊണ്ട് അനാഥരാക്കപ്പെട്ടവരും ജീവിതം വഴിമുട്ടിയവരുമാണ്. യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സിന് ആശ്വാസവും ധൈര്യവും കിട്ടിയത് എനിക്ക് അവിടെ നിന്നാണ്. ഓ, ബട്ട് മൈക്കിൾ ഒരു ക്രിസ്ത്യാനിയല്ലേ? വേദനിക്കുന്നവന്റെ മനസ്സിൽ എവിടെയാണ് സർ ജാതിയും മതവും? മൈക്കിളിന്റെ കഥാചുരുക്കത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും മൈക്കിൾ വിശദീകരിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നി ഞാൻ അവസാനിപ്പിച്ചു. തുടർന്നായിരുന്നു ശ്യാമയുടെ മരണം. ശ്യാമയുടെ മുറി പരിശോധിച്ചപ്പോൾ ആകെ കിട്ടിയത് ഒരു ഡയറിയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഡയറി എഴുതിയിട്ടില്ലാത്ത ശ്യാമ അതിലെഴുതിയിരുന്നത് മുഴുവനും മൈക്കിളിനെ കുറിച്ചായിരുന്നു. ഞാൻ യാത്രയാകുന്നു. പിന്നീട് എൻ്റെ ആവശ്യം മൈക്കിളിന്റെ കഥയുടെ ഡീറ്റെയിൽസ് അറിയുക എന്നതായിരുന്നു. അത് മൈക്കിൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിനുവിനെയും സാബുവിനെയും ഉപയോഗപ്പെടുത്തിയത്. മാത്രം തെറ്റുകൾ തിരുത്തപ്പെടാനുള്ളതാണ്. അവസരം വരുമ്പോൾ സാരമില്ല, മറ്റൊരു ലോകത്തിരുന്ന് ശ്യാമ ഇതെല്ലാം കാണുന്നുണ്ടാവും. അല്ലേ വിനു? ഏയ്, കാലം പൊയ്മുഖം ചീന്തി